ഇടയ്ക്കിടയ്ക്ക് എടുത്തോളൂ. ശ്രദ്ധിക്കും. മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ അതിമനോഹരമായ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ ഏതാണ്? 6. എത്ര മാർക്കിൻ്റെ? 14. നമുക്ക് വായിച്ചാലോ ഒരുമിച്ച്? Centaur Limited, a manufacturing company, manufactures single product with a capacity of 1,40,000. അപ്പോൾ ഇവരുടെ ഫുൾ കപ്പാസിറ്റി എത്രയാണ്? 1,50,000. The summarized profitability statement for the year end തന്നിട്ടുണ്ട്. 1,00,000 ഉണ്ടാവും. പക്ഷെ ഒരു രസമുണ്ട്. 1,50,000 ആണ് ഇവരുടെ കപ്പാസിറ്റി. പക്ഷെ അതിൽ അവർ എത്ര യൂണിറ്റ് ഉണ്ടാക്കി വിൽക്കുന്നുള്ളൂ? 1,00,000. എത്ര രൂപയ്ക്ക്? 15 ലക്ഷം. ഡയറക്റ്റ് മെറ്റീരിയൽ വാരിയബിൾ കോസ്റ്റ് ആണ്. ഡയറക്റ്റ് ലേബർ വാരിയബിൾ കോസ്റ്റ് ആണ്. പ്രൊഡക്ഷൻ ഓവറോഡ് വാരിയബിൾ പ്രത്യേകം തന്നിട്ടുണ്ട്, ഫിക്സ്ഡ് തന്നിട്ടുണ്ട്. അങ്ങനെ അഡ്മിനിസ്ട്രേഷൻ ഓവറോഡിൻ്റെയും ഫിക്സ്ഡും വാരിയബിളും തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇപ്പത്തിന് ഈ ഓളത്തിലിട്ട് ഇതിവിടെ ഇട്ടാൽ പോരെ ഫിക്സ്ഡ്. കുഴപ്പമില്ല, ഒരു വെറൈറ്റി അതായിരിക്കും. അങ്ങനെ അല്ല സോറി, ഇവിടെ അഡ്മിനിസ്ട്രേഷൻ മൊത്തം ഏതാണ്? ഫിക്സ്ഡ് ആണ്. പിന്നെ സെല്ലിംഗ് ആണ് ഇത് വാരിയബിളും ഫിക്സ്ഡ് ഉള്ളത്. അപ്പോൾ പ്രോഫിറ്റ് എത്ര വരും? മൊത്തം കോസ്റ്റ് 12,50,000. 15,00,000 ലെസ് ചെയ്താൽ 2,50,000 എന്ത് വരും? പ്രോഫിറ്റ് വരും. ഓക്കെ ആണോ? പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നിലവിൽ അവരുടെ സിറ്റുവേഷനാണ്. ഇവാലുവേറ്റ്, അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് ദ ഫോളോവിങ് ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഓരോന്ന് ഇൻഡിപെൻഡൻ്റ് ആണ്. ഏതാണ്? ഇൻഡിപെൻഡൻറ്റ്. ഒന്നാമത് ചോദിക്കുന്നത് പ്രത്യേകം പറഞ്ഞില്ല, ഇൻഡിപെൻഡൻ്റ്ലി വേറെ തന്നെ. ഒന്നാമത് പറയുന്നത് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് സെയിൽസ് റിക്വയർഡ് ടു ഏൺ പ്രോഫിറ്റ്. ടാർഗറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 25% on sales. If the packing is improved, എത്ര രൂപയാണ്? ₹1 per unit. പാക്കിംഗ് കോസ്റ്റ് എന്ത് ചെയ്ത്? ഇമ്പ്രൂവ് ചെയ്തു. പാക്കിംഗ് കോസ്റ്റ് ഇമ്പ്രൂവ് ചെയ്ത് ആളുകൾ എന്ത് ചെയ്യും? മേടിക്കാനുള്ള സാധ്യത എന്ത് ചെയ്യും? കൂടും. സ്വാഭാവികം. പാക്കേജിങ് വളരെ എന്താണ് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനം. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലെന്താ വരുന്നത്? ഡിസൈഡ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ ആണോ? സെയിൽസ് റിക്വയർഡ് എന്നല്ലേ പറഞ്ഞില്ലേ? അപ്പോൾ ഡിസൈഡ് സെയിൽസ് അല്ലേ? ടാർഗറ്റ് പ്രോഫിറ്റ് എത്രയുള്ളത്? അപ്പോൾ അടുത്ത പ്രശ്നം എന്താ വെച്ചാൽ സെയിൽസിൻ്റെ 25% അല്ലേ? ഏത് സെയിൽസിൻ്റെ? നിലവിൽ സെയിൽസിൻ്റെ ആണോ? അല്ല. ഇനി നമ്മൾ കാണുന്ന സെയിൽസിൻ്റെ എത്ര ശതമാനമാണ്? 25% പ്രോഫിറ്റ്. അപ്പോൾ നോർമൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഡിസൈഡ് പ്രോഫിറ്റ് കാണുന്നത് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പോൾ അതിലിവിടെ ഫിക്സഡ് കോസ്റ്റ് നമുക്കറിയാം, പക്ഷെ എന്തറിയില്ല? ഡിസൈഡ് പ്രോഫിറ്റ് അറിയില്ല. ഓക്കെ, ഇനി ബാക്കിയുള്ളത് നമുക്കിപ്പോൾ മെയിൻ ചെയ്യണോ? വേണം. നമുക്ക് ഒന്നാമത്തെ എന്ത് ചെയ്യാം? സെറ്റ് ചെയ്യാം. ഇത്രേ ഉള്ളൂ ഒന്നാമത്തെ. കണ്ട, വളരെ സിമ്പിൾ. വായിച്ചോ. ഇതോടുകൂടെ കഴിവുണ്ടായി ഈ ക്വസ്റ്റിനും. പിന്നെ അതാണ് ഇതിപ്പോൾ ഏതാണ്? 6 അല്ലേ? 6 14 ഇനി വേറെ ഇല്ല. പിന്നെ 7ലും ബഡ്ജറ്റിങ്ങിൻ്റെ ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. പോയിക്കോ. ഓൻ കൊടുത്തോളൂ. വേണ്ട അവിടെ വെച്ചാൽ മധുരം ഉണ്ടാവും അല്ലേ? അപ്പോൾ പിന്നെ ഞാൻ കുഴപ്പമില്ല. ഷംസിൻ്റെ വീഡിയോ നന്നായിട്ട് എടുത്തോട്ടാ. ഒരു ഫോൺ എത്രയാണ്? 5-6 ഫോൺ കൊടുക്കൂ. ഇവിടുന്ന് എടുക്കട്ടെ. യെസ് മകളെ, ഞാൻ വായിക്കട്ടെ. ചായ കുടിച്ചോളൂ കേട്ടോ. കൊടുത്തോ. എങ്ങനെ? മധുരം എനിക്കാ? ഇവർക്കൊക്കെ വേണം. എനിക്ക് വേണമെന്നില്ല. ഇനി ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. എക്സ്ക്യൂസ് മീ. ചാണ്ടുമ്പോൾ മറ്റേ പേരെന്താ ചോദിക്കണ്ടോ അല്ലേ? കാലങ്ങളായിട്ടുള്ളൊരു വിറ്റാണ്. എവിടുന്ന് എല്ലായിടത്തും അതെ. എന്തായാലും ചോദിച്ചോളാം. എൻ്റെ മാമനൊക്കെ തന്നെ പണി. എൻ്റെ ഉമ്മ ചായ കൊണ്ടിരുമ്പോൾ പേരെന്താ ചോദിക്കും. ഞാൻ പിന്നെ മാമനല്ലേ എന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യും? ഞങ്ങളെ കൂടി എല്ലാവരും കൂടെ ചിരിക്കും. അനിയൻ ചിരിക്കാതിരിക്കാൻ പറഞ്ഞ് ചിരിച്ചോ പറയും.
അമ്മാവനല്ലേ. ശ്രദ്ധിക്കും, ഞാനത് പറയട്ടെ ഇതിനിടയിൽ, ശ്രദ്ധിക്കും പ്ലീസ്. അപ്പൊ നമ്മൾ എന്താ കാണുന്നത്? സെയിൽസ് ടു ആണ് ഡിസൈഡ് പ്രോഫിറ്റ് 25% ഓഫ് സെയിൽസ്. അപ്പോൾ സാധാരണ ഉള്ള ഇക്വേഷൻ എഴുതാണ്. ഡിസൈഡ് സെയിൽസ് ആണുള്ള ഇക്വേഷൻ എന്താ പറയണേ? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടാർഗറ്റ്. കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല, അത്ര മതി. ഇനി എല്ലാവർക്കും അതിലെ ചായ. ഓക്കെ ഓക്കെ. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് മക്കളെ ചായ കുടിച്ചുകൊണ്ട് കേട്ടോ, അപ്പൊ നല്ല ഫോക്കസ് കിട്ടും കേട്ടോ. ചൂടുണ്ടത് നോക്കണേ, ചിലപ്പോൾ ബില്ലിങ്ങനെ ലയിച്ചിട്ട് കൊണ്ടുപോയിട്ട് ചുണ്ടൊക്കെ ഇതാക്കണ്ട. ഫിക്സഡ് കോസ്റ്റ് ഡിസൈഡ് പ്രോഫിറ്റ് കാണാൻ ഡിസൈഡ് സെയിൽസ് ആണല്ലോ ഇക്വേഷൻ പറയും. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടാർഗറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഉണ്ടായാലും ഒരു യൂണിറ്റ് കിട്ടും, പി വി റേഷ്യോ ഉണ്ടായാലും ഇത് സെയിൽസ് ഇൻ റുപ്പീസ് കിട്ടും. ഇങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മളിങ്ങനെ അപ്ലൈ നോക്കിയപ്പോൾ ഈ സെയിൽസ് എത്രയെന്ന് അറിയില്ല. ഈ സെയിൽസ് അറിഞ്ഞാലാണ് ഈ സെയിൽസിന്റെ എത്ര ശതമാനം ഡിസൈഡ് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായ? നമ്മൾ ഈ കാണുന്ന സെയിൽസിലെ അതിന്റെ 25% ടാർഗറ്റ് പ്രോഫിറ്റ്. അറിയുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല, എളുപ്പമായി. മനസ്സിലായണം നമുക്കിങ്ങനെ. 10 ലക്ഷമാണ് നമ്മുടെ ടാർഗറ്റ് സെയിൽസ് ഉണ്ടെങ്കിൽ അതിന്റെ 25% 2,50,000 നമ്മളെന്ത് ടാർഗറ്റ്. നമുക്ക് ഇത് എന്താ അറിയില്ല, ഇതറിയില്ല, ഒന്നുമില്ല. അപ്പൊ നമ്മൾ അറിയാത്തതിന് നമ്മൾ എന്ത് ചെയ്യും? എക്സും വൈ ഒക്കെ ഉള്ളിടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യും? ജീവിച്ച് പോകും. ഓക്കെ, എക്സ് എന്തായിട്ട് അസീവ് ചെയ്താൽ മതി? സെയിൽസ്. അപ്പോൾ ഓക്കെയാണ്. ടാർഗറ്റ് പ്രോഫിറ്റ് എങ്ങനെ കാണും? 25% ഓഫ് എക്സ്. ഇനി 6 ലക്ഷം ഫിക്സ്ഡ് കോസ്റ്റ് എങ്ങനെ കിട്ടണം? ഒക്കെ ഒന്ന് എടുത്തേ. ഫിക്സ്ഡ് കോസ്റ്റും അടിച്ചേ. ഫിക്സ്ഡ് കോസ്റ്റ് ഇവിടെ ഒരു 3 ലക്ഷം ഉണ്ട്, എടുത്തില്ലേ? പിന്നെ 1,50,000 ഉണ്ട് അഡ്മിനിസ്ട്രേഷൻ, എടുത്തില്ലേ? പിന്നെ 1,50,000 കറക്റ്റാണ്. എത്ര വരും? 6 ലക്ഷം. അങ്ങനെ ശ്രദ്ധിക്കട്ടെ, ചായ കുടിച്ചാൽ മാത്രം വേറെ ശ്രദ്ധിക്കണം. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് സോൾവ് ചെയ്യാൻ പോവാം. ശ്രദ്ധിക്കാം. ഇത് സോൾവ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ പി വി റേഷ്യോ ആണ്. അപ്പോൾ പി വി റേഷ്യോ ജസ്റ്റ് ഒരു ഇക്വേഷൻ ആണ് കൊടുത്തത്. എന്താ പി വി റേഷ്യോ ആണല്ലോ ഇക്വേഷൻ പറയും? കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അങ്ങനെ വലിയ ടോട്ടൽ എമൗണ്ട് തന്നെ ചെയ്യണമെന്നുണ്ടോ? ഇല്ല, ഒരു യൂണിറ്റ് വെച്ചും ചെയ്തൂടെ? അപ്പോൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ഏതാണ്? സെയിൽസ്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എങ്ങനെ കാണാം? പറയൂ. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാണണം. ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. 100 ഇവിടെ എത്തിയത്. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 15. എവിടെ 15? ഇതവിടെ മുകളിലുണ്ട്. 15. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഒന്ന് അടിക്കുക. 3 lakh പ്ലസ് 2 lakh പ്ലസ് 6 lakh പ്ലസ് 90,000. ഓക്കെ അല്ലേ? ഡിവൈഡഡ് ബൈ എത്ര യൂണിറ്റാ? 1 ലക്ഷം. എത്ര വരും? ഓക്കെ അല്ലേ? എത്ര? ഇപ്പം എന്താ വേരിയബിൾ കോസ്റ്റ് ഇപ്പം എത്ര കിട്ടിയത്? നിങ്ങൾക്ക് ഇപ്പം എത്ര കിട്ടിയത്? 11.11. അങ്ങനൊന്നും കിട്ടൂല്ലോ. 6.5. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ട്. ഏതിലെ പൂജ്യം അധികം പറഞ്ഞു? സോറി ശക്തിമാൻ, ഒന്നുകൂടെ പറയാം. 3 lakh പ്ലസ് ഏതാണ്? 2 lakh പ്ലസ് 60,000 പ്ലസ് ഏതാണ്? 90,000 ഡിവൈഡഡ് ബൈ ഏതാണ്? അപ്പൊ എന്താ 6.5 കിട്ടിയില്ലേ? പക്ഷെ മുത്തുമണികളെ ഇവിടെ 6.5 അല്ല. ഇവിടെ എങ്ങനെ 1 രൂപ എന്ത് കൂടുന്നുണ്ട്? പാക്കിംഗ് കോസ്റ്റ് 1 രൂപ കൂടുക എന്ന് പറയുമ്പോൾ ഓരോ പാക്കിങ്ങിനും ഓരോ രൂപ വെച്ച് കൂടല്ലേ? വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പൊ എത്ര വരും? 7. കണ്ട 6.5 പ്ലസ് 1 7.5. അപ്പൊ 7.5 വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ 7.5 എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഈ 7.5 ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 അടിച്ചാൽ പി വി റേഷ്യോ എത്ര കിട്ടി? 50%. ഓക്കെ അല്ലേ? ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്. കണ്ട, ആരോ ശ്രദ്ധിക്കണം. മുദ്ര എങ്ങനെ? എക്സ് ഡിവൈഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 60,000 പ്ലസ് 0.25 എക്സ് ഡിവൈഡ് ബൈ 0.50. അങ്ങനെ ഇത് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലേ? അറിയാത്തവർക്കായിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 0.50 ഇൻറ്റു എക്സ് എത്ര വരും? പറയൂ. 0.50 എക്സ് 6 ലക്ഷം. പിന്നെ എത്രയാണ്? 0.25. പിന്നെ 0.25 എക്സ് ഇങ്ങോട്ട് വരും. അപ്പോൾ 0.50 എക്സിന്ന് മൈനസ് 0.25 എക്സ് ലെസ് ചെയ്താൽ 0.25 എക്സ് ഈസ് ഈക്വൽ ടു എത്ര വരും? മൊത്തം 24 ലക്ഷം. നിങ്ങൾക്ക് പ്രൂഫ് വേണോ? പ്രൂഫ് വേണമെങ്കിൽ വേണം. യെസ്, പ്രൂഫ് വേണമെങ്കിൽ 24 ലക്ഷം അല്ലേ? ഈ 24 ലക്ഷം സെയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര, നിങ്ങൾ ടാർഗറ്റ് ചെയ്ത പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര സെയിൽസ് വേണം? 24. അപ്പോൾ ഇപ്പോൾ ഓക്കെയാണ്. ഇപ്പോൾ 24 ലക്ഷം എങ്ങനെ കാണാം? 6 ലക്ഷം ഫിക്സ്ഡ് കോസ്റ്റ്. ഓക്കെ അല്ലേ?
24,00,000ന്റെ 25% എത്ര വരും? 6 ലക്ഷം. ഡിവൈഡ് ബൈ 50% അടിച്ചാൽ എത്ര വരും? 24,00,000 വരും. ഓക്കെ അല്ലേ? ട്രിക്ക് മനസ്സിലായില്ലെങ്കിൽ സംഗതി സിമ്പിളാണ്. കണ്ടാൽ പെട്ടെന്ന് എന്ത് ചെയ്യും? ആവേശത്തിൽ എന്ത് ചെയ്യും? ഇക്വേഷൻ എഴുതും. എന്താ ഇക്വേഷൻ? ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ഏതാണ്? ടാർഗറ്റ് അല്ലെങ്കിൽ ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ. പക്ഷേ ടാർഗറ്റ് പ്രോഫിറ്റ് അറിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അത് അറിയണമെങ്കിൽ എന്തറിയണം? ആദ്യം സെയിൽസ് അറിയണം. സിമ്പിളാണ് പരിപാടി. നത്തിങ് ഗ്രേറ്റ്. അടുത്ത് വായിച്ചോ. നമ്പർ 2 വായിക്കും. എല്ലാവരും ഒരുമിച്ച് വായിക്കും. റെസ്പോൺസ് കുറവാട്ടാണ് മക്കളെ. കുറഞ്ഞ ആളുകൾക്ക് എന്തില്ല. ഇനിയിപ്പോൾ ഞാൻ നോക്കും ആരാണ് നന്നായി റെസ്പോണ്ട് ചെയ്യുന്നത് അവർക്ക് മാത്രമേ പീനട്ട് ബട്ടർ എന്ത് ചെയ്യുള്ളൂ? 2 സ്പൂൺ. അല്ലാത്തവർക്ക് 1 സ്പൂൺ ആയിരിക്കും. ഓക്കെ അല്ലേ? ശ്രദ്ധിച്ചോ. നോക്കട്ടെ ആരാണ്? There is an offer from large retail to purchase 30,000 യൂണിറ്റ് per annum. നമുക്കിപ്പോൾ എത്ര കപ്പാസിറ്റി ഉള്ളത്? 1,50,000. പക്ഷെ ഇപ്പം എത്ര വിറ്റുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് വിൽക്കാത്ത? അധികം കൂടുതൽ ഉണ്ടാവാം. ഡിമാൻഡ് ഉണ്ടെങ്കിൽ വിൽക്കാണെങ്കിൽ മേടിക്കാണെങ്കിൽ വിൽക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഒരാൾ പറയുന്നു 30,000 യൂണിറ്റിന് ഞങ്ങൾ എന്ത് ചെയ്യാൻ മേടിക്കാമെന്ന് പറഞ്ഞ ഒരാൾ വന്നു. അയാൾ പറയുന്നത് എന്താണ്? സബ്ജക്ട് ടു പ്രൊവൈഡിങ് പാക്കേജ് വിത്ത് എ ഡിഫറെൻറ്റ് ബ്രാൻഡിങ്. അയാൾ പറയുന്നത് നിങ്ങളുടെ പേരിലല്ല എനിക്ക് വേണ്ടത്, എനിക്ക് എന്ത് ചെയ്യണം? വേറൊരു പേരിൽ എന്ത് ചെയ്യണം? വേണം. ഇപ്പം മോഡേൺ ബ്രെഡ് ഓക്കെ അല്ലേ? അവർക്ക് 1,50,000 എന്തുണ്ട്? ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ 1,00,000 വിറ്റുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇനി അവർക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? വിൽക്കാൻ പറ്റില്ല. അപ്പോഴാണ് അൽത്താൻ ബ്രെഡ് ഒന്ന് ചോദിക്കുന്നത് ഞങ്ങളുടെ പേരിൽ നിങ്ങൾ എന്ത് ചെയ്ത് തരുമോ? ഒന്ന് ബ്രാൻഡ് ചെയ്തിട്ട് സാധനം ഉണ്ടാക്കി തരുമോ? അപ്പോൾ ഒരു 2 രൂപ എക്സ്ട്രാ നിങ്ങൾക്ക് കോസ്റ്റ് വരും. കാരണം പാക്കിങ്ങിന് എന്ത് ചെയ്യണം? നിങ്ങളുടെ റെഗുലർ പാക്കിംഗ് അല്ല, ഞങ്ങൾ കുറച്ച് സ്റ്റാൻഡേർഡ് വേറെ പാക്കിംഗ് 2 രൂപ. അപ്പോൾ മനസ്സിലുണ്ട് അവിടെ വാരിയബിൾ കോസ്റ്റ് എത്ര കൂടും? 2. 6.5 അല്ലാണ്ടായിരുന്നു പ്ലസ് 2 ആവും. ഡൗട്ട് ഉണ്ടാവും. ചിലർ പറയും 6.5 സാറ് 1 ഇല്ലേ? എടാ നമുക്ക് നിങ്ങളെ ഇൻഡിപെൻഡൻ്റ്ലി ഒന്നുമായിട്ട് എന്തില്ല, ഒരു കണക്ഷൻ ഇല്ല, ഒക്കെ വേറെ വേറെ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ മുകളിലത്തെ ഒന്നും എടുക്കണ്ട. അപ്പോൾ 8.5 മനസ്സിലുണ്ട് അവിടെ. ഹൗവർ ഇൻ ദിസ് കേസ് ദർ വിൽ ബി നോ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്. അപ്പോൾ ആ ഇതിലെന്തില്ല? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ഇല്ല. ഏതിലില്ല? ആ കേസിലില്ല എന്നുള്ളൂ. ഓൾറെഡി 1,00,000 യൂണിറ്റ് ഇവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് എത്ര ഉണ്ട്? സെല്ലിംഗ് എക്സ്പെൻസ് ഇവിടെ ഉണ്ട്. എത്രയാണ്? വാരിയബിൾ എത്ര ഉണ്ട്? 90. പിന്നെ ഏതാണ്? ഫിക്സഡ് എത്ര ഉണ്ട്? 1,50,000. ഈ 30,000 എന്താ ആവശ്യമില്ല? സെല്ലിംഗ് എക്സ്പെൻസ് പറഞ്ഞാൽ എന്താ? അഡ്വർടൈസ്മെന്റും മറ്റു കാര്യങ്ങളൊക്കെ അല്ലേ? ഇവിടെ ഒന്നും ചെയ്യേണ്ട. അവരിവിടെ ഒന്ന് മേടിച്ച് കൊണ്ടുപോകില്ലേ? സാധനം ഉണ്ടാക്കുക, നേരെ കൊണ്ടുപോകുക, അത്രേ ഉള്ളൂ. അപ്പോൾ അത് മനസ്സിലാണ് അവിടെ. ഓൾസോ ദിസ് വിൽ നോട്ട് ഇൻ എനി വേ എഫക്ട് ദ കമ്പനീസ് എക്സിസ്റ്റിംഗ് ബിസിനസ്സിനെ എഫക്ട് ചെയ്യില്ല. അത് 1,00,000 യൂണിറ്റ് ഉണ്ടല്ലോ, അത് വിൽക്കാൻ പറ്റും. അതിനിപ്പോൾ അവർ പറഞ്ഞെങ്കിലും നമ്മുടെ അസംഷൻ എന്താണ്? 1,00,000 യൂണിറ്റ് വിൽക്കാൻ പറ്റുന്നതല്ലേ? ഐഡന്റിഫൈ ദ ബ്രേക്ക് ഈവൻ പ്രൈസ് ഫോർ ദിസ് അഡീഷണൽ ഓഫർ. ഈ അഡീഷണൽ ഓഫറിന് ബ്രേക്ക് ഈവൻ പ്രൈസ് സെറ്റ് ചെയ്യണം. ബ്രേക്ക് ഈവൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ലോസും പ്രോഫിറ്റും ഇല്ലാത്ത എന്ത് ചെയ്യണം? ഒരു പ്രൈസ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. വളരെ സിമ്പിളാണ്. ഇത്രേ ഉള്ളൂ. കണ്ട കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ള പറഞ്ഞു. ഓക്കെ, ശ്രദ്ധിക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് എന്താ? ബ്രേക്ക് ഈവൻ പ്രൈസ് ഓഫ് അഡീഷണൽ ഓഫർ ഓഫ് എത്രയാണ്? 30,000 യൂണിറ്റ്. അപ്പോൾ ചിലർ ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ഈക്വൽ ടു ബ്രേക്ക് ഈവൻ പ്രൈസ് ആണോ? അല്ല. ബ്രേക്ക് ഈവൻ പോയിന്റും ബ്രേക്ക് ഈവൻ പ്രൈസും ഒന്നല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എഴുതിയാണ്. ബ്രേക്ക് ഈവൻ പോയിന്റ് പറയുമ്പോൾ എന്താണ്? ക്വാണ്ടിറ്റി വേർ പ്രോഫിറ്റ് ഈസ് 0. ബ്രേക്ക് ഈവൻ പ്രൈസ് എന്താ? സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് വേർ പ്രോഫിറ്റ് എത്രയാണ്? 0. അപ്പോൾ ഒന്ന് സെല്ലിംഗ് പ്രൈസ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എത്ര ആവും? 1000 യൂണിറ്റിലാവും. സെല്ലിംഗ് പ്രൈസ് പറഞ്ഞാൽ എന്താണ്? 30 രൂപ. 6 റുപ്പീസാണ് ഉദ്ദേശിച്ചത് അല്ലേ? മനസ്സിലായ? ബ്രേക്ക് ഈവൻ പോയിന്റ് യൂണിറ്റിൽ കാണിക്കാം, ചിലപ്പോൾ 3000 എന്ന് കാണിക്കാം, പിന്നെ റുപ്പീസിൽ കാണിക്കാം. അപ്പോൾ എത്ര? 100 രൂപയാണെന്നുള്ളത് സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ ഇപ്പോൾ എത്ര? 30,000 ആവും. ഇതൊന്നല്ലത്, ഇത് വേറൊരു സെല്ലിംഗ് പ്രൈസ് ആണ്. മേ ബി 80 റുപ്പീസിൽ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്താൽ പ്രോഫിറ്റ് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ രണ്ടും ഒന്നല്ല എന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. ഈ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കാണാം. ഇനി അടുത്തൊരു പോയിന്റ്, ഫിക്സ്ഡ് കോസ്റ്റ് ഓൾറെഡി കവേർഡ് ഫ്രം എക്സിസ്റ്റിംഗ് യൂണിറ്റ്. ഫിക്സ്ഡ് കോസ്റ്റ് എവിടെ? കുറേ കോസ്റ്റുകളില്ല ഇവിടെ. ഏതൊക്കെയുള്ളത് പറയും? പ്രൊഡക്ഷനിൽ ഒരു 3,00,000 ഉണ്ട്, കണ്ടാ? അതേപോലെ അഡ്മിനിസ്ട്രേഷൻ 1,50,000, പിന്നെ ഡിസ്ട്രിബ്യൂഷനിൽ എത്ര ഉണ്ട്? 1,50,000.
ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ വരില്ല എന്ന് പറഞ്ഞത്, അപ്പോൾ പിന്നെ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഫിക്സ്ഡ് കോസ്റ്റുകളൊന്നും ഇനി എന്ത് ചെയ്യില്ല, വരില്ല. കാരണം എന്താ, എടാ ചെങ്ങന്മാരെ, പ്രൊഡക്ഷൻ ഓവർഹെഡിൻ്റെ 3 ലക്ഷം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൂപ്പർവൈസറുടെ സാലറിയാണ് 3 ലക്ഷം എന്ന് വിചാരിക്കാം. അയാൾക്ക് എത്ര സാലറി കൊടുക്കുന്നത്? 1 ലക്ഷം. 1,30,000 യൂണിറ്റ് ഉണ്ടാക്കിയാലും അയാളുടെ സാലറി എത്രയാണ്? തെറ്റിപ്പോയി. അയാൾക്ക് എത്ര സാലറി കൊടുക്കുന്നത്? 3 ലക്ഷം. എത്ര യൂണിറ്റ് ഉണ്ടാക്കാനാണ് അത്ര എമൗണ്ട് കൊടുക്കുന്നത്? 1 ലക്ഷം. ഈ 1,30,000 ആണെങ്കിൽ അയാളുടെ സാലറി എത്രയാണ്? സെയിം ആണ്. അപ്പോൾ അത് ഒരു നോട്ട് ചെയ്യണം. ഈ കൺസെപ്റ്റ് എപ്പോഴും അങ്ങനെ തന്നെ. ഇനി അത് കൂടണം എന്നുണ്ടെങ്കിൽ ഇപ്പം എപ്പോഴും 1 ലക്ഷം യൂണിറ്റിന് 1.30 ആകുമ്പോൾ ആരെ സ്ട്രെസ് കൂടും? സൂപ്പർവൈസർ. അപ്പോൾ അയാൾക്ക് അഡീഷണൽ സാലറി കൊടുക്കേണ്ടി വരില്ലേ? വേണ്ടി വരില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യനിൽ പറയാം. അല്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യും? അത് ഇഗ്നോർ ചെയ്യും. ഇറ്റ് ഈസ് ഇറലവൻറ്റ്. ഓക്കെ അല്ലേ? ഇനി അടുത്തതാ, വളരെ സിമ്പിളാണ് പരിപാടി, ഇത്രേ ഉള്ളൂ. വായിച്ചോ. സോ ബ്രേക്ക് ഈവൻ പ്രൈസ് ഈസ് ഈക്വൽ ടു, വായിക്കണം തോണികളെ, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓൺലി. അഥവാ ലോസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഏതാണ്, ഏത് മാത്രം മതി? വാരിയബിൾ കോസ്റ്റ് മാത്രം മതി. നിങ്ങൾ ഈ കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കുമ്പോഴേ സെയിൽസ് മൈനസ് ഏതാണ്? വാരിയബിൾ കോസ്റ്റ്. അപ്പോൾ എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ. മൈനസ് ഏതാണ്? ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ എന്ത് കിട്ടും? പ്രോഫിറ്റ്. ഇതുകൊണ്ട് ഒഴിവാക്കിക്കോട്ടെ. ഇത് ഒഴിവാക്കാൻ കാരണം ഫിക്സഡ് കോസ്റ്റ് ഒന്നും എന്ത് ചെയ്യണ്ട, കൺസിഡർ ചെയ്ത് നമ്മൾ എക്സ്ട്രാ കൂടി പറഞ്ഞ ആവശ്യം. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? ഫോർ എക്സാമ്പിൾ 100 ആണ്. വാരിയബിൾ കോസ്റ്റ് എത്രയാണ്? 100 ആണ്. അപ്പോഴേ നിങ്ങൾക്ക് പ്രോഫിറ്റ് എത്ര കിട്ടുള്ളൂ? 0 കിട്ടുള്ളൂ. ഈ പ്രോഫിറ്റ് 0 ആവുന്ന ഒരു സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഏതാണ്? വാരിയബിൾ കോസ്റ്റ്. ഓക്കെ അല്ലേ? പ്രൂഫ് ഉണ്ട്. പ്രസന്റ് വാരിയബിൾ കോസ്റ്റ് 6.5 ആണ്. വാരിയബിൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇനി ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? ഈ 6.5 സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ ഉണ്ട്. ഈ 6.5 എങ്ങനെ കണ്ടത്? 3 ലക്ഷം പ്ലസ് ഇതല്ലേ സെല്ലിംഗ് ആണോ? അപ്പൊ ഇതും എന്ത് ചെയ്യണം? ഇതിന് ഒഴിവാക്കണ്ടേ? അപ്പൊ നിങ്ങൾ ഇതിങ്ങനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ ഇതിങ്ങനെ ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ 1 അടിച്ചാൽ മതി. മനസ്സിലാവണ്ട നിങ്ങൾക്ക്? ഇതിന് ഏതില്ല, ഏത് വാരിയബിൾ സെല്ലിംഗ് കോസ്റ്റ് ഇല്ലെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞില്ല. കണ്ട? However, in this case there will be no selling and distribution expense. അപ്പോൾ അത് ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? ഇഗ്നോർ ചെയ്യണം, കുറയ്ക്കണം. ദെൻ ഇവിടെ ഒരു അഡീഷണൽ പാക്കിംഗ് എത്ര വരുന്നുണ്ട്? 2 വരുന്നുണ്ട്. അപ്പോൾ എത്ര വരിക? 8.5 എന്നാണ് നമ്മൾ വിചാരിച്ചത്. അതിന് ഇത് കുറച്ച് കൂട്ടി, അങ്ങനെ മൊത്തം റിവൈസ്ഡ് വാരിയബിൾ കോസ്റ്റ് എത്ര വരും? 7.6. ഒന്നും പറയാനില്ല, ഈ 7.6 ആണ് ഇത് ബ്രേക്ക് ഈവൻ പ്രൈസ്. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യനുകൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയൊക്കെ എഴുതിയെങ്കിൽ പോലും ബ്രേക്ക് ഈവൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. കാരണം ഫിക്സഡ് കോസ്റ്റ് എന്തല്ല, ഇറലവൻ്റ് ആണ്. ഓക്കെ അല്ലേ? അതോ നിങ്ങൾക്ക് എന്ത് കിട്ടണം? അതിന് വിറ്റാൽ എന്ത് കിട്ടണം? പ്രോഫിറ്റും കിട്ടരുത്, ലോസും കിട്ടരുത്. അപ്പോൾ ഇനി പ്രൂഫ് വരാം. നിങ്ങൾ എത്ര യൂണിറ്റാണ് അൽദാൻ വിൽക്കുന്നത്? 30,000 ബ്രെഡ്. ഒരു ബ്രെഡിന് എത്ര രൂപയാണ് നിങ്ങൾ ചാർജ് ചെയ്യുന്നത്? 7.6. അപ്പോൾ എത്ര വരും? 2,28,000. ഈ ബ്രെഡ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഏത് കോസ്റ്റ് മാത്രമേ വരുള്ളൂ? വാരിയബിൾ കോസ്റ്റ്. എത്ര വരും? 2,28,000. അപ്പോൾ പ്രോഫിറ്റ് എത്ര ആവും? 0. എന്തിനപ്പോൾ ഇങ്ങനെ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറഞ്ഞത്? ഇതാണ് അവർ ചാർജ് ചെയ്യാൻ? അല്ല, മിനിമം എത്ര രൂപ വേണം? 7.6. അതിന് വേണ്ടിയിട്ടാണ് അവരിനി ചാർജ് ചെയ്യേണ്ടവർ. 7.6 ആവുമോ? എത്ര? 10 ഒക്കെ. പുറത്തേക്ക് എത്ര ബ്രെഡ് വിൽക്കുന്നവർ? 15 രൂപയ്ക്കാണ്. ശരി, പ്രൈസ് ഇവരുടെ 15 അല്ലേ? അപ്പോൾ 7.6 ഉള്ളൂ ഇവിടെ. പ്ലസ് എന്ത് ചെയ്യുക? 2 രൂപയും 3 രൂപ ഒക്കെ ആഡ് ചെയ്തിട്ട് കൊടുത്താൽ നമുക്ക് ലാഭകരമാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൈസ്. മനസ്സിലായോ? അല്ലാതെ ഈ പ്രൈസിന് അവർ എന്ത് ചെയ്യില്ല, കൊടുക്കാൻ തയ്യാറാവില്ല. സിമ്പിൾ അല്ല പരിപാടി. ഓക്കെ, അടുത്ത നോക്ക്. അടുത്ത ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇതിൽ തന്നെ വലിയ കുഴപ്പമില്ല, അപ്പോൾ അവരുടെ അടുത്ത് ചെയ്തിട്ടുണ്ട് സജസ്റ്റഡ്. ഓക്കെ, സജസ്റ്റഡ് കംഫർട്ട് അല്ലാത്തതാണ് വേറെ എഴുതുന്നുള്ളൂ. ഒന്ന് വായിച്ചു നോക്കുക. നമ്പർ 3. ചായ കുടിച്ചോട്ടാ. നീ തണുത്ത് വർക്ക് അവിടെ നാശാക്കി കഴിഞ്ഞാൽ തലയിൽ കൂടെ കുടിച്ചോ. മറ്റൊരു പരിപാടി, ഒരു അഡ്വർടൈസ്മെന്റ് ആക്കാം. എത്ര രൂപയാണ്? 3 lakh. ഓക്കെ അല്ലേ? എന്നിട്ട് സെയിൽസ് അപ്പം എത്രയാണ്? ഇൻക്രീസ്ഡ് ഫ്രം പ്രസന്റ് ലെവലിൽ നിന്ന് 1,00,000 1,20,000 ആവത്തില്ലേ?
അപ്പോൾ യൂണിറ്റ് പ്രൈസ് 18 റുപ്യ ആക്കാം. നമുക്ക് എത്ര രൂപയ്ക്ക് വിൽക്കാം? 15 എത്ര രൂപയ്ക്ക് വിൽക്കാം? Will that expenditure is justifiable? നിലവിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുന്നത്? 2,50,000. അതിൽ കൂടുതൽ ഒരു പ്രോഫിറ്റ് ഇതിന് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം? ആക്സെപ്റ്റ് ചെയ്യും. മനസ്സിലായെങ്കിൽ അപ്പോൾ എങ്ങനെ ഉണ്ടാവുക? പുതിയ സാധനങ്ങൾ സിമ്പിളാണ്. ന്യൂ സെല്ലിംഗ് പ്രൈസ് 18. കുഴപ്പമില്ലല്ലോ. വാരിയബിൾ കോസ്റ്റ് എത്ര വരും? 6.5. സാറേ വാരിയബിൾ കോസ്റ്റ് 7.5 വന്ന് പിന്നെ 7.6 വന്നു എന്നൊക്കെ പറയുമോ? ഇല്ല, അതൊക്കെ ഇൻഡിപെൻഡൻറ്റ് കേസുകളാണ്. ഫസ്റ്റത്തെ ബേസിക് ക്വസ്റ്റ്യൻ നോക്കിയാൽ എത്ര ഉള്ളൂ? 6.5. അപ്പോൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്ര വരും? 6.5 ഇൻറ്റു എത്ര യൂണിറ്റ് അപ്പോൾ വിൽക്കുന്നത്? അയ്യോ ഇതല്ല തെറ്റിപ്പോയി. ഓക്കെ ഞാൻ വിചാരിച്ചു 1.50 1.20 ഇവിടെ യെസ് 6.5. അപ്പോൾ എത്ര കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്? 11.5. ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്ര യൂണിറ്റാണ് നമുക്ക് വിൽക്കാൻ പറ്റുക? 11,20,000. അപ്പോൾ എത്ര വരും? 13,80,000. പ്രസന്റ് ഫിക്സ്ഡ് കോസ്റ്റ് എത്ര ഉണ്ട്? 6 ലക്ഷം. കുഴപ്പമില്ല, കാൽക്കുലേറ്റ് ചെയ്യുന്ന ആവശ്യമില്ലല്ലോ. കൂടാതെ ഒരു എക്സ്ട്രാ അഡീഷണൽ ഫിക്സ്ഡ് കോസ്റ്റ് 3 ലക്ഷം. അപ്പോൾ എത്ര പ്രോഫിറ്റ്? 4,80,000. നല്ലല്ലേ? അല്ലേ? 2,50,000 അല്ലേ പ്രസന്റ്ലി പ്രോഫിറ്റ് ഉള്ളത്? എത്ര യൂണിറ്റ് വിൽക്കുമ്പോൾ? 1 ലക്ഷം. അപ്പോൾ ഇത് 1 ലക്ഷം ഉള്ളത് 1,20,000 ആവും. 15 ഉള്ളത് എത്ര ആവും? 18 ആവും. അതിന് ആളുകൾ കൂടുതൽ മേടിക്കണമെങ്കിൽ ഒരു ചെറിയ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്വയർ ചെയ്യണം. ആ എക്സ്പെൻഡിച്ചറാണ് എത്ര? 3 ലക്ഷം. ഇത് റെക്കമെൻഡഡ് അല്ലേ? യെസ്. അപ്പോൾ അതിൻ്റെ എമൗണ്ടാണ്. പ്രോഫിറ്റ് കൂടുന്നതുകൊണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ജസ്റ്റിഫയബിൾ ആണ് എന്നാണ് പറയുന്നത്. അത് ലാസ്റ്റ് വെച്ച 4ാമത്തെ സെല്ലിംഗ് പ്രൈസ് 2 രൂപ കുറയ്ക്കാം. അപ്പോൾ 15 ഉള്ളത് എത്ര ആവും? 13. അപ്പോൾ 100% കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 1,50,000 യൂണിറ്റ് വിൽക്കാൻ പറ്റും. വിൽ ദ റിഡക്ഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ് ജസ്റ്റിഫയബിൾ ആണോ? നോക്കണം. അല്ലാതെ എങ്ങനെ പറയാൻ പറ്റും? നോക്കണം. സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കാം, 13 ആക്കി. അറിയാലോ. വാരിയബിൾ കോസ്റ്റ് 6.5. അപ്പോൾ കോൺട്രിബ്യൂഷൻ 6.5 വരും. പിന്നെ 1,50,000 6.5 ആകുമ്പോൾ 9,70,000. ഫിക്സ്ഡ് കോസ്റ്റ് എത്ര വരില്ല? 6 ലക്ഷം. 3,70,000. ജസ്റ്റിഫയബിൾ ആണോ? ആണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നോക്കുമ്പോൾ ആണ്. കാരണം 2,50,000 നിന്നും എത്ര പ്രോഫിറ്റ് ആവും? 3,70,000 എത്തും. പ്രോഫിറ്റ് കൂടുന്നുണ്ടാവും. പക്ഷെ ഏറ്റവും ബെറ്റർ ഏതാണ്? 3 ആണ്. കാരണം അതിന്റെ പ്രോഫിറ്റ് എത്ര ആവും? 4,80,000. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇതൊന്നും പ്രശ്നമുള്ളതല്ല. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട സാധനം, ഈ ടാർഗറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സസ് ചെയ്യുന്നത് ഓർക്കണം. അതേപോലെ ഇവിടെ വെരി സിമ്പിൾ സാധനമാണ്. ഗംഭീരമായ കോൺസെപ്റ്റ് നമുക്ക് വിചാരിക്കും, പക്ഷെ എന്താണ് വളരെ സിമ്പിളാണ്. ഫിക്സ്ഡ് കോസ്റ്റ് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് ചെയ്തതിന് ഈക്വൽ ആയാൽ മതി. വാരിയബിൾ കോസ്റ്റ് ഈക്വൽ ആയാൽ എന്താവും? സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? 0 പ്രോഫിറ്റ് നൽകുന്ന സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും. അടുത്ത നമ്മുടെ മെയിൻ സാധനം ഏതാ? ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. സുബ്ഹാനല്ലാഹ്, എന്ത് ക്വസ്റ്റ്യൻ അതൊക്കെ നോക്കി നോക്കുന്നുണ്ട്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ശരിക്കും അതെ പറയും. നിലവിൽ 6 ലക്ഷം യൂണിറ്റ് 80% നോർമൽ കപ്പാസിറ്റി. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ അടുത്ത് ഉണ്ടാക്കാൻ പറഞ്ഞത് ഏതാണെന്ന് അടിയിൽ നോക്ക്. വായിക്കണം പ്ലീസ്. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. ഫ്ലെക്സിബിൾ ഏതാണ്? അഡ്മിനിസ്ട്രേഷൻ, പിന്നെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ബഡ്ജറ്റ്. ഓപ്പറേറ്റിംഗ് 90, 100, 110 നോർമൽ കപ്പാസിറ്റി മന്ത് ഓഫ് സെപ്റ്റംബർ. അപ്പോൾ ഹെഡിങ് എന്താ? നിലവിലെ പെർസെൻറ്റേജ് എത്രയാണ്? 80%. 80% ഈക്വൽ എത്രയാണ്? 6 ലക്ഷം. അപ്പോൾ 90% വേഗം കണ്ടോക്ക്. വേഗം നോക്ക്. 6,70,000. 100%. 6,70,000 ഡിവൈഡ് ബൈ 9 × 10 എത്ര വരും? 7,50,000. ഡിവൈഡ് ബൈ 10 × 11 അപ്പോൾ 8,20,000. ഓക്കെ അല്ലേ? ഏതൊക്കെ കോസ്റ്റ് ഉള്ളത് ഇവിടെ കൃത്യമായി തന്നിട്ടുണ്ട്. കോസ്റ്റിന് 2 കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് ഫിക്സ്ഡ് കോസ്റ്റും പിന്നെ ഏതാണ്? വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ആദ്യം ഇവർ പറയുന്നുണ്ട് ഏതാ? ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് തന്നു. പിന്നെ അതാണ് സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നു. അപ്പോൾ മുകളിലുള്ളത് ഏതായിട്ട് എടുക്കാം? അഡ്മിനിസ്ട്രേഷൻ. ഇത് അഡ്മിനിസ്ട്രേഷനാണ്. 3 ഹെഡിലാണെങ്കിൽ ഇതാക്കില്ല. കണ്ടില്ലേ? അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ. പറയും. ഓഫീസ് സാലറി ഏതാ? ഫിക്സ്ഡ് ആണോ വേരിയബിൾ ആണോ? ഫിക്സ്ഡ് കോസ്റ്റ് 90,000 എന്നല്ലേ തന്നുള്ളത്. ഒന്നും പറയല്ല. നമുക്ക് എല്ലാത്തിലും എത്രയാണ്? 90. സിമ്പിൾ അല്ലേ? അടുത്ത ഏതാ പറയുന്നത്? ജനറൽ എക്സ്പെൻസ് 2% സെയിൽസ് ആണ്. അപ്പോൾ സെയിം ആവോ? അതേതാണ്? വേരിയബിൾ കോസ്റ്റ്. സിമ്പിളാണ്. സെയിൽസ് ഇവിടെ എത്ര വരാം? 6 ലക്ഷത്തിന്റെ എത്ര ശതമാനമാണ്? പറയടാ 2%. കണ്ടുനോക്കി എത്ര വരും? 12,000. ഓക്കെ അല്ലേ? പിന്നെ 6,70,000 എത്ര ശതമാനം?
2%, അങ്ങനെ 2% കണ്ടുപോകാം. സിമ്പിൾ അല്ലേ? അടുത്ത ഡിപ്രീസിയേഷൻ 7,500, റെന്റ് ആൻഡ് ടാക്സ് എന്താണ് 8,700. ഇത് രണ്ടും ഏതാണ്? ഫിക്സഡ് കോസ്റ്റ്. ഒന്നും പറയല്ല, നേരെ കണ്ടെടുത്ത് എഴുതുക. കണ്ടോ? അങ്ങനെ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് വേണമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായിക്കോട്ടെ, കാരണം അത് ഇമ്പോർട്ടൻസ് ആണല്ലേ. അടുത്ത ഏതാ പറയുന്നത്? ഡിസ്ട്രിബ്യൂഷൻ്റെ ഇവിടെ എമൗണ്ട് അല്ലേ, ഗ്രേറ്റ് 15,000. അപ്പോൾ ഏതാണ്? ഫിക്സഡ് കോസ്റ്റ്. ബാക്കി രണ്ടും ഏതാണ്? സെയിൽസിന് പ്രൊപ്പോർഷനേറ്റ്, അതുകൊണ്ട് ഏതായിരിക്കും? വാല്യൂബിൾ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ലാസ്റ്റ് എഴുതി. ഓക്കെ, വേജസ് എത്ര? 15. ടോട്ടലും അടുത്ത ഇപ്പുറത്തേതുണ്ട് സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 3 ഉണ്ട്. അത് 3 4 ഏതാണ്? വാല്യൂബിൾ കോസ്റ്റാണ്. ഏതിൻ്റെ മുകളിൽ കണ്ടാൽ മതി? സെയിൽസിൻ്റെ മുകളിൽ. അപ്പോൾ ഈ സെയിൽസിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? കാണുകയാണെങ്കിൽ അതേതായി? വാല്യൂബിളായി. അല്ലാതെ ഒരു എമൗണ്ട് വന്നാൽ എന്തായി? ഫിക്സഡായി. ഞാൻ പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്താണ് ക്വസ്റ്റ്യൻ. അങ്ങനെ ടോട്ടൽ ചെയ്തിട്ട് ഓക്കെ. പിന്നെ CAS-ഉമായി ബന്ധപ്പെട്ടതാണ്. CAS-ക്ക് തോന്നുന്നു നമ്മൾ ഇതേ CAS തന്നെ പറഞ്ഞിരുന്നു. ഈക്വലൈസ്ഡ് അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ CAS 5 തൊട്ട് മുൻപത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത്. ഓക്കെ അല്ലേ? അതിൻ്റെ സ്കോപ്പൊക്കെ നോക്കാം. ദെൻ ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. അത് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്? ഒരു കോസ്റ്റ് ഷീറ്റിൻ്റെ കാര്യം ആലോചിക്കാം. കോസ്റ്റ് അക്കൗണ്ടില്ല, കോസ്റ്റ് കൺട്രോൾ ചെയ്യുക, കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുക, കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുക, സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക? പ്രോഫിറ്റ് ഡിറ്റർമിൻ ചെയ്യുക. 5 പോരെ? ഓക്കെ അല്ലേ? യെസ്, എഴുതിയാൽ മതി. ആ പോയിന്റ് നമ്മുടെ ടെക്സ്റ്റിൽ ചെറുതായിട്ടുണ്ട്. അടുത്ത പറയുന്നത് ജസ്റ്റ് ഇൻ ടൈമിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. ജസ്റ്റ് ഇൻ ടൈമിൻ്റെ കോൺസെപ്റ്റ് എന്താ? എപ്പോഴാണ് ആവശ്യമുള്ള അപ്പോൾ എന്ത് ചെയ്യുക? പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ സ്റ്റോർ എന്താണ്? ഭയങ്കരമായ സ്റ്റോറേജിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യും? കുറയും. ഓക്കെ അല്ലേ? നിങ്ങൾ സാധനം ഹോൾഡ് ചെയ്തിരിക്കുന്ന പരിപാടിയില്ല. സാധനം കൊണ്ടുവരെ ഡയറക്റ്റ് പ്രൊഡക്ഷൻ എടുക്കുക, പ്രൊഡ്യൂസ് ചെയ്യുക. ആർക്കേ പറ്റുള്ളൂ? ഹൈലി ഡിമാൻഡുള്ള കമ്പനികൾക്ക് പറ്റുള്ളൂ, എല്ലാവർക്കും പറ്റില്ല. ജസ്റ്റ് ഇൻ ടൈമിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വാട്ട് ഈസ് ജസ്റ്റ് ഇൻ ടൈം? എന്താണെന്ന് വായിച്ചാൽ ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻട്രി വായിക്കടാ. ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻട്രി ഈസ് എ ഡിമാൻഡ് ഫോക്കസ് ഇൻ ഇൻവെൻട്രി മാനേജ്മെന്റ് സ്ട്രാറ്റജി വേർ ദ ഗുഡ്സ് ആർ ഓൺലി പ്രൊഡ്യൂസർ ഓർ ഓർഡർ ദേ ആർ നീഡഡ്. ഓർഡർ വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? സാധനം പർച്ചേസ് ചെയ്യുള്ളൂ. ഇതാണ് സംഭവം. അതിൻ്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ചിട്ടാണ്. വേസ്റ്റേജ് ഉണ്ടാവില്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ട് എഴുതി വെക്കുക. ഓക്കെ അല്ലേ? ഇതിൻ്റെ PDF ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിൽ. ഒരു ഇത് കഴിയുമ്പോൾ അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്തുതരാം. അത് വിശ്വസിച്ചിട്ടാണ്. അടുത്ത എന്താണ്? CAS 3 ഇത് ഓപ്പറേഷൻ ഓവർഹെഡിൻ്റെ ഡിസ്ക്ലോഷർ എന്ത് ചെയ്യാം? എഴുതി വെക്കാം. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ.